ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം കണ്ട് ഞെട്ടിയുറച്ച ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയെ സഹായത്തിന് വിളിച്ചിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം മിസൈൽ പരീക്ഷണങ്ങളും അഭ്യാസ പ്രകടനങ്ങളും നടന്നത്. ടെഹ്റാൻ, അതുപോലെ ഇസ്ഫഹാൻ, അതുപോലെ മഷാദ് തുടങ്ങിയ തന്ത്രപ്രധാനമായ നഗരങ്ങളിലാണ് ഈ സൈനിക നീക്കങ്ങൾ നടന്നതെന്ന് ഇറാൻ ഇന്റർനാഷണൽ പത്രങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു അഭ്യാസ പ്രകടനം കണ്ട് ഇസ്രയേൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അമ്മാവനെ വിവരം അറിയിച്ചിരിക്കുന്നു. ഇസ്രയേലിനെതിരെ ഇറാൻ പെട്ടെന്നുള്ള ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയാണോ ഈ ഒരു പരിശീലനത്തിന് പിന്നിലെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ നിൽക്കാൻ അമേരിക്കക്ക് ഇപ്പോൾ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇറാനുമായി നെഞ്ചുവിരിച്ച് നേരിട്ടൊരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് ത്രാണിയില്ലെന്ന കാര്യം കഴിഞ്ഞ ജൂൺ 12 മുതൽ ലോകം മനസ്സിലാക്കിയതാണ്. ഇതൊന്നും മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് കമന്റ് ചെയ്തുന്ന പാവപ്പെട്ട ചില സഹോദരന്മാരുണ്ട്. അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അവരെഴുതിയിരുന്ന ആ വാർത്തകളെല്ലാം ഇറാന്റെ വിദേശകാര്യമന്ത്രി അൽ ജസീറക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ ഇസ്രായേൽ പേടിച്ച് അമേരിക്കയെ വിവരം അറിയിച്ചു എന്ന് പറയുമ്പോൾ പച്ചക്കള്ളമാണെന്ന് പറയേണ്ട. ഇത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ജെറുസലം പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർപ്രൈസ് ഇറാനിയൻ മിസൈൽ എക്സസൈസസ് മേ ബി പ്രിപ്പറേഷൻ ഫോർ സർപ്രൈസ് അറ്റാക്ക്, ഇസ്രായേൽ വാൺസ് US. ആക്സിയോസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആക്സിയോസിൽ നമുക്ക് ഈ വാർത്ത ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് ആക്സിയോസ് ആണ്. ഇവിടെയും ഈ ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ടെൽസ് US ഇറാൻ മിസൈൽസ് ഡ്രിൽ കുഡ് ബി കവർ ഫോർ ആൻ അറ്റാക്ക്. ഇസ്രായേലിനെതിരെ പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ഇറാന്റെ നീക്കമാണോ എന്നതാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഇറാൻ ഒരുപക്ഷെ ഇറാന് നേരെ അത്തരം അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു പെട്ടെന്നുള്ള ആക്രമണം ഇറാനെതിരെ നടത്തുന്നതിന് മുമ്പ് തന്നെ അത് തുടങ്ങി വെക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. കാരണം പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഇറാന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇസ്രയേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ഏതെങ്കിലും നേതാക്കളെ പരിധിക്കുള്ളിൽ ലഭിക്കുമ്പോഴായിരിക്കും ആക്രമണം തുടങ്ങുക. ഇറാന്റെ പരമോന്നത നേതാവിനെ പോലുള്ള പ്രഗത്ഭരായ പ്രധാനപ്പെട്ട രാഷ്ട്രത്തിലെ ആളുകളെ ആയിരിക്കും ആദ്യം ആക്രമണം നടത്തുക. എന്നിട്ടായിരിക്കും ഇസ്രയേലിന്റെ മറ്റുള്ള യുദ്ധ പദ്ധതികളെല്ലാം നടക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം വരാൻ കാത്തിരിക്കണം എന്നതായിരിക്കും ഇറാന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആക്രമണം ഇസ്രയേലിനെതിരെ നടത്തുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ശക്തമായ മിസൈൽ പരീക്ഷണങ്ങളാണ് ഇന്ന് ഇറാന്റെ പല മേഖലകളിലും നടന്നിരിക്കുന്നത്. ഈ സമയത്ത് അങ്ങനെ ഒരു നീക്കം നടത്താൻ എന്താണ് കാരണം? ഒരുപക്ഷെ അന്താരാഷ്ട്ര പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നെതന്യാഹു അമേരിക്കയുമായി ചേർന്ന് ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതി ഇടുന്നുണ്ടാകും. എന്നാൽ അതിനെ ചെറുക്കുക എന്ന രൂപത്തിലുള്ള പരിശീലനമാകാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട വെനിസ്വേലയുമായി ബന്ധപ്പെട്ട പല കപ്പലുകൾക്ക് നേരെയും അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തുന്നു, പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അന്താരാഷ്ട്ര കടൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറാന്റെ 2 നാവികസേനയുടെ കപ്പലുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര കടൽ ഭാഗങ്ങളിലേക്ക് തിരിച്ചു എന്ന വാർത്തയും വന്നിരുന്നു. എന്തായിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശക്തമായ ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്ത് കോപ്പ് കൂട്ടുമ്പോൾ ഇറാൻ ശക്തമായി അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ്. മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളാണെങ്കിലും അതെല്ലാം ആക്രമിക്കുമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നതാണ്. ഇത് രണ്ടും അതീവ ഗുരുതരമായ പ്രസ്താവനകളാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, സിറിയയിൽ ഇപ്പോൾ അമേരിക്ക സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ IS-നെതിരെ നീക്കം നടത്താൻ എന്ന പേരിൽ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന വാർത്തയും വരുന്നു. ഇതൊരു പക്ഷേ ഇറാന് നേരെ ആക്രമണം നടത്താൻ, സിറിയയിൽ വെച്ച് ആക്രമണം നടത്താനുള്ള പദ്ധതിയാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണോ ഇറാൻ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകുന്നത് എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.